വാലന്റൈൻസ് ഡേക്ക് ഡയറി മിൽക്കും വലിയ വലിയ ചോക്ലേറ്റൊന്നും വാങ്ങാനുള്ള ക്യാഷ് ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് മിഠായി വാങ്ങാം. ഇതുപോലൊരു ഹാമ്പർ നമുക്ക് സെറ്റാക്കിയാലോ? ഇതിന് ഇതുപോലെ കുറച്ച് മിഠായികൾ വാങ്ങി വെക്കണം. അത് ഏതെങ്കിലും ഒരു മിഠായി അല്ല, ഞാൻ വാങ്ങിയിട്ടുള്ള ആ മിഠായി തന്നെ വേണം. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാം. ഇതുപോലെ 6 വൈറ്റ് പേപ്പേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് കളർ പേപ്പറും കട്ട് ചെയ്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു റെഡും അതുപോലെ ലാസ്റ്റ് വെച്ചൊരു പിങ്കും ഞാൻ അതുപോലെ ഒട്ടിച്ചു കൊടുത്ത് ഒരു ഹാർട്ടും വരച്ച് വെട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പേപ്പറിൽ വരക്കുക, വെട്ടുക, ഒട്ടിക്കുക. അത് സിമ്പിളല്ലേ? അപ്പോൾ കുറച്ച് ക്യൂട്ട്നെസ്സും കൂടി ഉണ്ടാവും. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാർഡിലൊക്കെ നമ്മളിതുപോലെ എഴുതി കൊടുക്കുക. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പെട്ടിയില്ലേ, ആ പെട്ടിയാണിത്. ഇത് ഞാനൊന്നുകൂടി നമ്മുടെ പ്രിൻറ്റഡ് പേപ്പറൊക്കെ വെച്ച് ഒന്ന് പൊതിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്ന മിഠായി തന്നെ വാങ്ങണമെന്ന്. അതിനുള്ള കാരണം ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലാസ്റ്റ് ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ കാർഡും കൂടി വെക്കുക. നമ്മുടെ കയ്യിൽ ഫാരി ലൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് ഒന്ന് സെറ്റാക്കിയാൽ ഒന്ന് അടിപൊളിയാവും. പിന്നെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി കുറച്ച് ക്യൂട്ട്നെസ്സിന് വേണ്ടി ഞാൻ ഒരു ബോ കൂടി വെച്ച് റെഡിയാക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.